Hello friends, welcome to One's Coaching. Already നമ്മൾ ഫിസിക്സിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്ഷൻ്റെ ഒരു സെഷൻ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ സെക്കൻഡ് സെഷനിലേക്ക് പോവാണ്. കോൺകേവ് മിററിനെ പറ്റി മാത്രമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം കോൺവെക്സ് മിററിനെ പറ്റിയും അതിൻ്റെ കുറേ ഫീച്ചേഴ്സ്, അതായത് കണ്ടൻസ് ഓഫ് ഡിസ്കഷൻ ആണ് കേട്ടോ. കോൺവെക്സ് മിറർ ഉണ്ട്, അതോടൊപ്പം തന്നെ സൈൻ കൺവെൻഷൻ, നമ്മൾ കാണും എന്താ സൈൻ കൺവെൻഷൻ എന്നുള്ളത്. പിന്നെ മാഗ്നിഫിക്കേഷൻ, അതായത് ഇമേജും ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഹൈറ്റിലുള്ള വ്യത്യാസം അതറിയാനാണ് മാഗ്നിഫിക്കേഷൻ എടുക്കുന്നത്. മിറർ ഇക്വേഷൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോൺവെക്സ് മിററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളെല്ലാം കാണാം. കമ്പയർഡ് ടു കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പം ഓക്കെ, നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ സെൻറ്റർ സി ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ റേഡിയസ് നമ്മൾ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലേ. ഞാൻ ഇത്രയും ഭാഗം മാച്ച് കളയാണ്. ഓക്കെ, അപ്പോൾ നടുക്കുള്ള പോയിൻ്റ് ഏതാണ്? പി. നമ്മളിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലൈനിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് രണ്ടിൻ്റെ സെൻറ്റർ എന്താണ്? ഫോക്കസ്, എഫ് അല്ലേ. ഇനി കോൺവെക്സ് മിററിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ റേസ് എങ്ങനെയായിരിക്കും വരിക? രണ്ട് റേ പാരലായിട്ട് വരുന്നുണ്ട്, കണ്ടോ? ഈ റേ ആഫ്റ്റർ ഹിറ്റിംഗ് ദ സർഫസ് ഇറ്റ് വിൽ ഗോ ഡൈവേർജ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഡൈവേർജ് ചെയ്യുമ്പോൾ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ലുക്ക് അറ്റ് ദിസ്, അത് ഫോക്കസിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ഡൈവേർജിങ് മിറർ ആൻഡ് ഇറ്റ് ഈസ് ബൾജിങ്. കണ്ടോ, ദ ഔട്ടർ സർഫസ് ഈസ് ബൾജിങ് ടുവേർഡ്സ് ദ ലൈറ്റ് സോഴ്സ്, ബൾജിങ് ഔട്ട്വേർഡ്സ്. അപ്പം കോൺകേവ് മിററിലോ ബൾജിങ് ഇൻവേർഡ്സ് ആയിരുന്നു, ഇത് ബൾജിങ് ഔട്ട്വേർഡ്സ് ആണ് കേട്ടോ. ഇത് എന്ത് മിററാണ്? ഇറ്റ് ഈസ് ഡൈവേർജിങ് മിറർ. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. അതെങ്ങനെയായിരിക്കും? ഡിമിനിഷ്ഡ് പോയിൻ്റ് സൈസാണ്. ഓക്കെ, ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് വെർച്വലാണ് കേട്ടോ, വെർച്വൽ. ഇനി ഇമേജ് വെച്ചിരിക്കുന്നത് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. പോളിൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഇത് പോളാണല്ലോ, ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഇങ്ങേറ്റം. അപ്പോൾ പോളിൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയ്ക്ക് എവിടെ നിങ്ങൾ ഒബ്ജക്റ്റ് വെച്ചാലും നിങ്ങൾക്ക് ഇമേജ് കിട്ടാൻ പോണത് ഒരു റേഞ്ചിലായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വെക്കുക. അപ്പോൾ ഒരു പാരലൽ റേ ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്തു, അതിങ്ങനെ ഡൈവേർജ് ആയിപ്പോയി. അപ്പോൾ അതിന് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പം എന്താ? ഫോക്കസിൽ ടച്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്നത് തിരിച്ചും സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? അതായത് ഇതിങ്ങനെ വന്ന് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, 1 മിനിറ്റ്. ഇത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എഫ്. അതുപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വന്ന് തിരിച്ച് അതേ ഡയറക്ഷനിൽ തന്നെ പോകും. സെൻറ്റർ ഓഫ് കർവേച്ചർ മീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ആ ഒരു ആംഗിളിൽ റേ വരച്ചാൽ മതി കേട്ടോ. ഹിറ്റ് ചെയ്യുന്ന അതിനു മുമ്പ് ഹിറ്റ് ചെയ്ത് തിരിച്ച് റിട്ടേൺ പോവുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. കാര്യം എന്താ? ഈ രണ്ട് റേയും ഇങ്ങനെ പോയാൽ ഒരിക്കലും ഈ വശത്ത് കൂട്ടിമുട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടി. അപ്പോൾ ലുക്ക് അറ്റ് ദിസ്, ഇതിൻ്റെ ക്യാര എന്താണ്? ഇത് ഡിമിനിഷ്ഡ് ആണ്, ഇമേജ് ഡിമിനിഷ്ഡ് ആണ്. ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. പിന്നെ ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ? ഇറക്റ്റ് ആണ്, നേരെയാണ് നിൽക്കുന്നത് അല്ലേ. പിന്നെ എന്താണ്? ഇത് വെർച്വൽ അല്ലേ, ആക്ച്വലായിട്ട് കൂട്ടിമുട്ടിയിട്ടല്ലല്ലോ ഉണ്ടായത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് കോൺവെക്സ് മിററിൽ കിട്ടിയ രണ്ട് ഇമേജിലും ഒരേ നേച്ചറാണ്. ഇമേജ് ചെറുതാണ്, ഇമേജ് ഇറക്റ്റായിട്ട് നേരെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇമേജ് വെർച്വലാണ്. ഈ മൂന്ന് ക്യാരയും ഏതിനുണ്ട്? കോൺവെക്സ് മിററിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെഹിക്കിൾസിൻ്റെ റെയർ വ്യൂ വിൻഡോസ്, അതിൽ നമുക്ക് കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺവെക്സ് മിറേഴ്സ് ഇല്ലേ, ദ കോൺവെക്സ് മിറേഴ്സ് ഈസ് യൂസ്ഡ് ആസ് എ റെയർ വ്യൂ മിറർ ഇൻ എ വെഹിക്കിൾസ് ടു സീ ദ ട്രാഫിക് അറ്റ് റെയർ സൈഡ്. അപ്പോൾ ഒരു ലാർജർ ഏരിയ നമുക്ക് ചെറുതായിട്ട് ഡിമിനിഷ്ഡ് ആയിട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ റെയർ വ്യൂ
വിൻഡോസിൽ കാണാൻ പറ്റും. ഓക്കെ, റെയർ വ്യൂ മിറേഴ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ബാക്കിലുള്ള ഒരു ലാർജർ ഏരിയ ചെറുതായിട്ട് ഡിമിനിഷ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലാർജ് കോൺവെക്സ് മിറേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് എ ഷോപ്പ് സെക്യൂരിറ്റി മിറേഴ്സ്. അപ്പം മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സൈൻ കൺവെൻഷൻ ഓഫ് മിറേഴ്സ്. മിറേഴ്സിൻ്റെ സൈൻ കൺവെൻഷനാണ്. അതായത് നമ്മൾ പറയും, ഇപ്പം നമ്മൾ ഒബ്ജക്റ്റ് മിററിൻ്റെ ഫ്രണ്ടിൽ വെച്ചു, ഇമേജ് നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫിഗറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ മിററിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. ഇപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ അല്ലേ, അപ്പം മിററിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡിസ്റ്റൻസ് എടുത്താലല്ലേ നമുക്ക് ഈ ഒബ്ജക്റ്റിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? നമ്മൾ യു ആണ് എടുക്കുക. യു ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ ആൻഡ് ഇറ്റ് ഇസ് നെഗറ്റീവ്. ഈ ഒരു കേസിൽ ഇത് ഇമേജ് ആണല്ലേ. ഇമേജ് മിററിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡിസ്റ്റൻസ് എടുത്താൽ ലെഫ്റ്റ് സൈഡ് അല്ല ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പം വി ആണ് ഇമേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഹൈറ്റ് എബോവ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ടുള്ള ഹൈറ്റിന് നമ്മൾ എന്തെടുക്കും? പോസിറ്റീവ് എന്നെടുക്കും. ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ടുള്ള ഹൈറ്റിന് നമ്മൾ എന്തെടുക്കും? നെഗറ്റീവ് എന്നെടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പ്രിൻസിപ്പൽ ഫോക്കസിനും ബാധകമാണ് കേട്ടോ. ഫോക്കസ് നമുക്കറിയാം, കോൺകേവ് മിററിൻ്റെ ഫോക്കസ് എപ്പോഴും എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും. അപ്പോൾ ഫോക്കസ് കോൺകേവ് മിററിന് എപ്പോഴും ഫോക്കസ് പോസിറ്റീവായിരിക്കും. വാട്ട് അബൌട്ട് ദ കോൺവെക്സ് മിറർ? കോൺവെക്സ് മിററിൻ്റെ കേസിൽ എന്തായിരിക്കും? കോൺവെക്സ് മിററിലെ ഫോക്കസ് എപ്പോഴും ഇവിടെയല്ലേ. സോ ഇറ്റ് ഈസ് ടേക്കൺ റൈറ്റ് സൈഡിലേക്ക് ഡിസ്റ്റൻസ് എടുക്കുമ്പോഴാണ് ഫോക്കൽ ലെങ്ത് കിട്ടുക. അപ്പോൾ ഫോക്കസ് എപ്പോഴും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നേരത്തെ കേസിൽ ഈ കേസിൽ ഫോക്കൽ ലെങ്ത് ഇങ്ങോട്ടായിരുന്നല്ലോ, അപ്പം നെഗറ്റീവ് ആയിരുന്നു. ഇവിടുത്തെ കേസിലോ കോൺവെക്സ് മിറർ ആണെങ്കിൽ ഫോക്കസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെയാണല്ലോ വെക്കുന്നത്, അപ്പോൾ യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി വിയോ കോൺവെക്സ് മിററിൽ ഇമേജ് എപ്പോഴും എവിടെയാണ് കിട്ടുന്നത്? നമുക്ക് ഈ സൈഡിലാണ് കിട്ടുന്നത് അല്ലേ. ഇമേജ് എപ്പോഴും ഇവിടെയാണ് കിട്ടുന്നത്. അപ്പം ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്ന റൈറ്റിലേക്കല്ലേ, അതുകൊണ്ട് ഇമേജ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻ കൺവെൻഷൻ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക.